ചിരിക്കാതിരിക്കാൻ വയ്യ. ഒരൊറ്റ ദിവസം വെറും 24 മണിക്കൂർ കേരളത്തിലെ ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്ന ആ വാർത്ത ഒടുവിൽ പുറത്ത് വന്നിരിക്കുന്നത് പോലെയാണ്. നമ്മളെല്ലാവരും അതെ, ഓരോ മലയാള സിനിമ പ്രേക്ഷകനും ആകാംക്ഷയുടെ മുൾമുനയിൽ കാത്തിരിക്കുന്ന ആ ഒരു നിമിഷം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലേ, അതുപോലത്തെ ഒരു നിമിഷം വന്നു എന്നൊക്കെ പറയാം. കനത്ത ഡീഗ്രേഡിങ്ങിനിടയിലും ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകൾ ഹാങ് ആയിക്കുമോ എന്ന് പോലും സംശയിക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഞാൻ ഭയഭക്തി ബഹുമാനം എന്ന സിനിമയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ആ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി വെറും 24 മണിക്കൂറിനുള്ളിൽ വിറ്റുപോയിരിക്കുന്നത് ഒന്നോ രണ്ടോ ടിക്കറ്റുകളല്ല, മറിച്ച് 1,00,000-ലധികം ടിക്കറ്റുകളാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇത്രയധികം ഡീഗ്രേഡിങ്? ഇപ്പോൾ എൻ്റെ കമന്റ് ബോക്സുകളിൽ തന്നെ ഒരുപാട് പേര് പടം 8 നിലയാണ്, പടം 8 നിലയിൽ പൊട്ടും, ആരും കാണാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ബഹിഷ്കരിക്കുമെന്നൊക്കെ പറഞ്ഞ്, ദിലീപിന്റെ സിനിമയല്ലേ, അങ്ങനെയൊക്കെ കമന്റുകൾ ഇട്ടിട്ടും സിനിമ ഇങ്ങനെ കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. 1,00,000 ടിക്കറ്റുകളാണ്. ഇത് വെറും ഒരു സിനിമയല്ല, ഇതൊരു കൊടുങ്കാറ്റ് പോലെയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ അലയടിക്കാൻ പോകുന്നതെന്ന് തന്നെ പറയാം. ഞാൻ കനത്ത ഡീഗ്രേഡിംഗ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയുടെ 2 സൂപ്പർ സ്റ്റാറുകൾ എന്ന് തന്നെ പറയാവുന്ന ലാലേട്ടനും ദിലീപേട്ടനും. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ ലാലേട്ടനും മുകളിൽ പോയിരുന്ന ഒരാളാണ് ദിലീപേട്ടൻ. ലാലേട്ടന് മുകളിൽ ഒരാൾ എത്തുക എന്ന് പറയുന്നത് ചരിത്രം തന്നെയാണ്. അതൊരിക്കലും സാധ്യമായ കാര്യമല്ല. 1-2 മാസമാണ് ദിലീപേട്ടൻ മുകളിൽ എത്തിയതെങ്കിലും ആ ഒരു സമയത്ത്, ആ ഒരു കാലഘട്ടത്തിൽ ലാലേട്ടനും അതുപോലെ തന്നെ മമ്മൂക്കയ്ക്ക് ഒപ്പം ദിലീപേട്ടൻ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന്റെ വലിയൊരു ഡൗൺഫോൾ ആണ് കണ്ടത്. പിന്നെ വീണ്ടും അദ്ദേഹം വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ നിൽക്കുന്ന ഈ ഒരു സമയത്ത്, ഇങ്ങനെ ഡീഗ്രേഡിങ് നടക്കുന്ന സമയത്താണ് ഇത്രയും വലിയൊരു നേട്ടം നേടി മുന്നോട്ട് മുന്നോട്ട് കുതിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു പ്രഡിക്ഷൻ പ്രകാരം ആദ്യത്തെ ദിവസം തന്നെ ഒരു 7-8 കോടിയൊക്കെ കളക്ഷൻ കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇനിയും തിരക്ക് കയറാൻ സാധ്യതയുണ്ട്. ആരൊക്കെ ഡീഗ്രേഡിങ് പറഞ്ഞാലോ, അതിനു മുമ്പ് നിങ്ങളോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ചാനലിൽ കനത്ത രീതിയിലുള്ള റിപ്പോർട്ടിംഗ് നടക്കുന്നുണ്ട്. ഞാൻ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതിനു മുമ്പ് ഞാൻ നല്ല രീതിയിൽ എതിർത്തിരുന്ന ഒരാളാണ്. വിധി വന്നതിന് ശേഷം ഞാൻ ദിലീപിനെ എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സൈഡ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഹൈപ്പുകളായും അതുപോലെ തന്നെ ലൈക്കുകളായും നിങ്ങളുടെ കമൻറ്റുകളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. പിന്നെ ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലും ഫിലിം സർക്കിളുകളിലും ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന ഒരൊറ്റ വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. ഞാൻ നേരത്തെ ഇൻട്രോ പറഞ്ഞപ്പോൾ തന്നെ അത് മനസ്സിലായി കാണും. ഭയഭക്തി ബഹുമാനം പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. എന്നാൽ അതിനേക്കാൾ വലിയ ഒരു അത്ഭുതമാണ് ഇപ്പോൾ ഇതിൻ്റെ അഡ്വാൻസ് ബുക്കിങ്ങിൽ നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം നിർണായകമായ ഒരു വർഷമാണ്. ഈ വർഷം ഇതുപോലെ ഇനീഷ്യൽ പുള്ളുള്ള ഒരുപാട് സിനിമകൾ വന്നിരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ തിളക്കം ഒന്ന് ചെറുതായി മങ്ങിപ്പോയത്. എങ്കിലും 24 മണിക്കൂറിൽ 1,00,000 ടിക്കറ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു നേട്ടം തന്നെയാണ്. അത് നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത്രയധികം ആളുകൾ ഈ സിനിമയിലുണ്ട്. ഒന്നാമത്തെ കാര്യം, മോഹൻലാലിൻ്റെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് തന്നെയാണ്. മോഹൻലാൽ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമ പോലും വിജയിക്കാതിരുന്നിട്ടില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ്, കംബാക്ക് സിനിമയിൽ തന്നെ പറയുന്നുണ്ടത്. അങ്ങനെ ഒരു കംബാക്ക് കൂടിയാകും ഈ സിനിമ എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇത്രയും ഹൈപ്പും ഇതുപോലെയുള്ള ഒരു ടിക്കറ്റ് ബുക്കിംഗ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് 7 കോടിയിലൊന്നും നിൽക്കുമോ എന്ന് കണ്ടറിയേണ്ടി വരും. തുടക്കത്തെ ആദ്യത്തെ ദിവസം സിനിമ എങ്ങാനും കയറി കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ, നല്ല രീതിയിൽ ക്രിസ്മസ് ഒക്കെയാണ് വരാൻ പോകുന്നത്. അധികം വലിയ രീതിയിലുള്ള ക്ലാഷുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിവിൻപോളി ചിത്രമാണ് ഇനി അടുത്ത് വരാനിരിക്കുന്നത്. ഓൾറെഡി മമ്മൂക്കയുടെ കളങ്കാവൽ റിലീസായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 3 സിനിമകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങാനും നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി കഴിഞ്ഞാൽ പടം കയറി കൊളുത്തും, പടം തീയാവും, കാട്ടു തീയാവും, ചിലപ്പോൾ 100 കോടി എന്നുള്ളതിന് മുകളിലേക്ക് എത്താനൊക്കെ വളരെയധികം സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ദിലീപ് എന്ന നടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദിലീപ് മലയാളികളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരു നടനാണ്. ലാലേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ചിരിപ്പിച്ചിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആക്ഷൻ ചെയ്ത് നമ്മളെ കോരിത്തരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഒന്നിക്കുകയാണ്. അവസാനമായി ഇവർ ഒന്നിച്ച സിനിമ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കടൽ കടന്നൊരു മാത്തുക്കുട്ടി. അതിൽ വെറുതെ ജസ്റ്റ് ദിലീപിൻ്റെ ഒരു ഇൻട്രോ ഉണ്ടായിരുന്നു എന്നതല്ലാതെ അവർ ഒരുമിച്ചുള്ള സീനുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ മോഹൻലാലും ലാലേട്ടനും അതിലൊരു ചെറിയ ഗസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നു. മമ്മൂക്കയുടെ സിനിമയായിരുന്നു അത്. എന്നാൽ ശരിക്കും ഇവർ
കൂടെ അഭിനയിച്ച സിനിമ 2020, ഏട്ടനും അനിയനുമായി അഭിനയിച്ച സിനിമ 2020യും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ബ്രദേഴ്സുമാണ്. അതിൽ രണ്ടുപേരിലും ചേട്ടനനിയന്മാരായി തന്നെയാണ് ഈ 2 സിനിമകളിൽ അവർ അഭിനയിച്ചത്. അതൊക്കെ നമ്മൾ ഓർത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും അവർ തമ്മിലുള്ള ഒരു കോംബോ എത്രമാത്രം. ഒരുപക്ഷെ നമ്മുടെ മമ്മൂക്കയെക്കാളും അല്ല, മമ്മൂക്കയും ദിലീപും നല്ല കോംബോയിലുള്ള ആളുകൾ തന്നെയാണ്. ഇവരെല്ലാവരും ഒരുപോലെ നല്ല മികച്ച നടന്മാർ തന്നെയാണ്. അവർ ഒരുമിക്കുമ്പോൾ അതൊരു വലിയ സംഭവം തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. വർഷങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും ഒന്നിക്കുമ്പോൾ, അതായത് നമ്മുടെ ലാലേട്ടനും അതുപോലെ ദിലീപും വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത് അന്നും ഇന്നും എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആയിരിക്കും. അതാണ് ഈ ടിക്കറ്റ് ബുക്കിങ്ങിൽ പ്രതിഫലിക്കുന്നതെന്ന് തന്നെ പറയാം. ഫാൻ ഷോകളെല്ലാം തന്നെ മിനിറ്റുകൾക്കുള്ളിൽ ഹൗസ്ഫുള്ളായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പലയിടത്തും എക്സ്ട്രാ ഷോകൾ ചാർട്ട് ചെയ്യാനുള്ള ഓട്ടത്തിലാണ് തിയേറ്റർ ഉടമകൾ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ സിനിമയുടെ ടൈറ്റിൽ ഡിസൈൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു ഫുൾ ആൻഡ് ഓൺ എന്താ പറയുക എൻ്റർടൈനർ ആണെന്ന്. ഹൈപ്പ് എന്ന വാക്കിന് ഈ പോസ്റ്റിൽ കൊടുത്തത് വെറുതെ എല്ലാ കാര്യങ്ങളും. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം നിർമ്മിക്കുന്നത്. നമുക്കറിയാം ഗോകുലം മൂവീസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവുകയില്ല. കായംകുളം കൊച്ചിനെ ആയാലും മറ്റു വമ്പൻ ചിത്രങ്ങളായാലും അവർ കാശുവാരി എറിഞ്ഞ് തന്നെയാണ് സിനിമ എടുക്കാറുള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. എന്തെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലുമൊക്കെയുള്ള ഒരു സിനിമകൾ മാത്രമേ അവർ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ പണം ചിലവാക്കാറുള്ളൂ. അതായത് മലയാളിക്ക് ഏതു വിധേനയും നമുക്ക് ആ പണം ലാഭമാകും എന്നുള്ള, നമുക്ക് കണ്ടിറങ്ങി കഴിഞ്ഞാൽ കൈയടിച്ചേ പോരാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുള്ള ഒരു പ്രൊഡ്യൂസറാണ് ഈ ശ്രീ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്ന് നമുക്ക് ഒരു തർക്കവുമില്ലാതെ പറയാം. അതുകൊണ്ട് തന്നെ ബാബാബായിയുടെ വിഷ്വൽസ് വേറെ ലെവലായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ ഇനി ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ കുറിച്ചൊന്ന് നോക്കാം. നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് സംവിധാനം. പുതുമുഖ സംവിധായകനായി വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെയും അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ്റെയും ഒക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തിട്ടുള്ള പരിചയമൊക്കെ, അപ്പോൾ നമുക്ക് പറയേണ്ട കാര്യമില്ല. ഓൾറെഡി അങ്ങേർക്ക് നല്ല രീതിയിലുള്ള കഴിവുള്ള ഒരാൾ തന്നെയായിരിക്കും. പലപ്പോഴും മലയാളത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ളത് പോലും ഇതുപോലെയുള്ള പുതുമുഖ തിരക്കഥാകൃത്തുക്കളും അതുപോലെ തന്നെ സംവിധായകരൊക്കെ വരുമ്പോഴാണ്. പിന്നെ ഇതിൻ്റെ തിരക്കഥ, അതാണ് ശരിക്കും ഹൈലൈറ്റ് ആയിട്ട് പറയാൻ സാധിക്കുക. ഷഹീം സഫറും നൂറിൻ ഷെരീഫും ചേർന്നാണ് ഇതിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത്. ഷഹീം സഫർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് മധുരരാജ പോലെയുള്ള മാസ് ഹിറ്റുകളൊക്കെയാണ്. അപ്പോൾ ഉറപ്പിക്കാം ഇതൊരു സൈലന്റ് ക്ലാസ് പടമായിരിക്കില്ല, മറിച്ച് തിയേറ്റർ കുലുങ്ങുന്ന ഐറ്റം തന്നെയായിരിക്കാനാണ് സാധ്യത. കോമഡിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ രോമാഞ്ചം തരുന്ന മാസ് സീനുകളും ഇതിൽ ധാരാളം ഉണ്ടാകുമെന്നാണ് നമുക്ക് എന്താ പറയുക ഒരു ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. നമ്മൾ ട്രെയിലറുകളൊക്കെ കണ്ടതാണ്, അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ ഇത് വളരെ നിർണായകമായ ഒരു സിനിമയാണ്. ജനപ്രിയ നായകൻ എന്ന ലേബലിൽ നിന്നും മാറി കുറച്ചു കാലമായി ഒരു വമ്പൻ ഇൻഡസ്ട്രി ഹിറ്റ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നൊരു സംസാരമുണ്ട്. ആ ക്ഷീണം മാറ്റാൻ ഇതിലും വലിയൊരു അവസരം കിട്ടാനില്ല. അദ്ദേഹത്തിൻ്റെ ആ പഴയ ടൈമിംഗ് കോമഡിയും ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസും കൂടി ബ്ലെൻഡ് ചെയ്താൽ പിന്നെ നമുക്ക് നോക്കാനില്ല എന്ന് തന്നെ പറയാം. തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. UA സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസ് ഒക്കെ ഇവർ രണ്ടുപേരും ഉള്ളത് കൊണ്ടും ദിലീപിന്റെ പഴയൊരു തിരിച്ചുവരവിന് വേണ്ടി തീർച്ചയായും തിയേറ്ററുകളിലേക്ക് വണ്ടി വിളിച്ച് തന്നെ എത്തിപ്പോകുമെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്. എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. കുറേ പേർ എതിർപ്പുകളുമായി വന്നാലും ദിലീപിന്റെ പുതിയൊരു തിരിച്ചുവരവിന് വേണ്ടി പലരും ഇതൊന്ന് കാണാൻ വേണ്ടി ഈ സിനിമയിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി വരുമെന്നാണ് പ്രതീക്ഷ. അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ലാലേട്ടൻ എന്ത് റോളിലായിരിക്കും ഇതിൽ വരിക, എന്ത് ടിസ്റ്റായിരിക്കും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതൊരു ഫുൾ ലെങ്ത് റോളാണോ അതോ എന്താ പറയുക എക്സ്റ്റെൻഡഡ് ക്യാമിയോ ആണോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും ചെറിയൊരു സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കിട്ടുന്ന സൂചനകൾ വെച്ച് നോക്കുമ്പോൾ കഥയുടെ ഗതി മാറ്റുന്ന വളരെ പവർഫുള്ളായ എന്നാൽ ഹ്യൂമർ ടച്ചുള്ള ഒരു കഥാപാത്രമാണ് ലാലേട്ടൻ്റെത്. ലാലേട്ടൻ്റെ ആ ഒരു വികൃതി നിറഞ്ഞ ചിരിയും മാസ് ഡയലോഗുകളും ട്രെയിലറിൽ നമ്മൾ കണ്ടതാണ്. അത് തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഓളം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും ദിലീപിൻ്റെയും അതുപോലെ തന്നെ മോഹൻലാലിൻ്റെയും ഫാൻസ് ഒന്നിക്കുമ്പോൾ, അത് ഫാൻ ഫൈറ്റിനല്ല, അത് രണ്ടുപേരും ഒന്നിക്കുമ്പോൾ അവിടെ തിയേറ്ററിൽ നല്ല രീതിയിലുള്ള കയ്യടി നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല ഒരു ഫെസ്റ്റിവൽ മൂഡായിരിക്കും എന്തായാലും തിയേറ്ററുകൾ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. 1 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയി 24 മണിക്കൂറിൽ 1 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സാമ്പത്തിക വശങ്ങൾ കൂടി നമ്മളൊന്ന് ചിന്തിക്കണം അല്ലേ. റിലീസിന് മുൻപേ തന്നെ കോടികൾ കളക്ട് ചെയ്തു കഴിഞ്ഞു. ഇത് മലയാള സിനിമയുടെ മാർക്കറ്റ് എത്രത്തോളം വലുതായി എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. പണ്ടൊക്കെ റിലീസ് ദിവസം രാവിലെ ഒന്ന് ടിക്കറ്റ് എടുക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി ഒരാഴ്ച മുമ്പ് സീറ്റ് ഉറപ്പിക്കുന്ന ട്രെൻഡിലേക്കൊക്കെ മലയാളികൾ മാറിയിരിക്കുന്ന അവസ്ഥയാണ്. അത്
ബുക്ക് മൈ ഷോ അങ്ങനെയുള്ള പല ബുക്കിംഗ് സൈറ്റുകളുടെയും വരവോട് കൂടിയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള മൾട്ടി സ്റ്റാർ മൂവികൾ വരുമ്പോൾ റിസ്ക് എടുക്കാൻ ആരും തയ്യാറല്ല. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണമെന്നുള്ളൊരു വാശിയിലാണ് എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ടിക്കറ്റൊക്കെ നല്ല രീതിയിൽ ബുക്കാകുന്നുണ്ട്. ടിക്കറ്റൊക്കെ ഇനി കിട്ടുമോ എന്നുള്ളൊരു സംശയം മാത്രമാണ്. ഞാൻ ഇതുവരെയും ടിക്കറ്റ് എടുത്തിട്ടില്ല. കാരണം ഞാൻ കുറച്ചും കൂടി കാത്തിരിക്കുകയാണ് ആ ഒരു സിനിമ കാണാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ എനിക്ക് ടിക്കറ്റ് നേരിട്ട് പോയിട്ട് ക്യൂവിൽ നിന്ന് എടുക്കണമെന്നുള്ളൊരു ആഗ്രഹവും കൂടിയുണ്ട്. ആളുകളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയണമെന്നുണ്ട്. എനിക്ക് മാക്സിമം ഞാൻ എല്ലാവരുടെ അടുത്തും അഭിപ്രായം നാളെ ചോദിക്കാനായി ഇറങ്ങും. അതിനുശേഷമായിരിക്കും ഞാൻ സിനിമ കാണാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ഇതിൽ വലിയൊരു പങ്കും വഹിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ സത്യം പറയാലോ, ഇന്നലെ ലിറിക്ക് വീഡിയോ ഇറങ്ങിയല്ലോ, അഴിഞ്ഞാട്ടം എന്ന് പറയുന്നത്, അത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കണക്റ്റ് ആയിട്ടില്ല. ഇന്നലെയോ മിനിഞ്ഞാന്നോ, പക്ഷേ എനിക്കത് അത്രയ്ക്ക് കണക്റ്റ് ആയിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ച് എന്നെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു മാസ് ഒരു സിനിമയ്ക്ക് വേണ്ട, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സിനിമയ്ക്ക് വേണ്ട ഒരു ഗാനമായി എനിക്കത് തോന്നിയില്ല. ഒരു ത്രില്ലടിപ്പിക്കുന്ന, അത് എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ എല്ലാം അവസാനിക്കുമ്പോൾ വരുന്ന ഒരു ഗാനമായിട്ടായിരിക്കും വരിക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇതിനും അടിപൊളിയായിട്ടുള്ള BGM കാര്യങ്ങളൊക്കെ ആയിരിക്കും സിനിമയിൽ ഉണ്ടാവുക. മാസ് സീനുകൾ എലവേറ്റ് ചെയ്യണമെങ്കിൽ BGM എന്തായാലും വേറെ ലെവലായിരിക്കണം. എന്നാൽ മാത്രമേ അങ്ങനെ ഉണ്ടാകൂ. പാട്ടുകൾ ഇതിനോടകം തന്നെ റീൽസിലും മറ്റും വൈറലായി കഴിഞ്ഞു. എന്നാൽ പോലും ഞാൻ പറഞ്ഞതുപോലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഗംഭീര രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരിക്കാനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനൊരു സിനിമയ്ക്ക് അങ്ങനെ ആയാൽ തന്നെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഒരു വലിയ ഉത്സവമായി മാറട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനലിൽ നല്ല റിപ്പോർട്ടിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, നല്ല രീതിയിൽ ഹൈപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ തിരുത്താവുന്നതാണ്.